നമസ്കാരം. ACV ന്യൂസിന്റെ ഉള്ളു തുറന്ന പരിപാടിയിൽ ഇന്ന് JDUവിന്റെ സംസ്ഥാന സെക്രട്ടറി ജനറൽ ഡോക്ടർ വർഗീസ് ജോർജ്. സ്വാഗതം ശ്രീ വർഗീസ് ജോർജ്. ഈ JDU ഇപ്പോഴേ ഈ ഒരു ഭാഗത്തൂടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ തലോടുകയും മറുഭാഗത്ത് കോൺഗ്രസിൻ്റെ പാർട്ടി പത്രത്തിലൂടെ തല്ലും ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഈ തലോടൽ അപ്പോൾ ഒരു നാട്യമാണോ? ഞങ്ങൾ കഴിഞ്ഞ ദിവസം ക്ലിഫ് ഹൗസിൽ വെച്ച് JDUവും UDF ലീഡേഴ്സും തമ്മിലൊരു ഉഭയകക്ഷി ചർച്ചയുണ്ടായിരുന്നു. പ്രധാനമായിട്ടും കോൺഗ്രസിൻ്റെ ലീഡേഴ്സാണ് പങ്കെടുത്തത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, സുധീരൻ, രമേശ്, PB തങ്കച്ചൻ. ഞങ്ങൾ അവരോട് പറഞ്ഞിരുന്ന ഒരു കാര്യം, നമ്മൾ UDF നിൽക്കുമ്പോൾ തന്നെ വർഗീയതയ്ക്കെതിരായും മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയും നമ്മുടെ ഇടതുപക്ഷമായിട്ട് വേദി പങ്കിടുമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. ഇത് ദേശീയ തലത്തിലുള്ള നമ്മുടെ പാർട്ടിയുടെ ഒരു തീരുമാനം കൂടിയാണ്. ബീഹാറിലും CPI-യുമായിട്ട് ഉണ്ട്. ഇപ്പോൾ ഈയിടെ ഡൽഹിയിൽ നടന്ന ലാൻഡ് ബില്ലിനെതിരായിട്ടുള്ള സ്ട്രഗിളിൽ ലെഫ്റ്റുമായിട്ട് ചേർന്നായിരുന്നു അജിറ്റേഷൻ നടന്നു. അതുകൊണ്ട് ഞങ്ങളത് പറഞ്ഞിരുന്നു. അപ്പോൾ അവർക്ക് ചെറിയ വിഷമം തോന്നിയെങ്കിലും ഞങ്ങളുടെ കാര്യം അവരോട് ഓണസ്റ്റായിട്ട് പറഞ്ഞിരുന്നു, ഇങ്ങനെ പങ്കിടുന്നു. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഇവിടെ കോഴിക്കോട് കേളുവേട്ടൻ പഠന കേന്ദ്രത്തിൻ്റെ സെമിനാറിൽ ഞങ്ങളുടെ പാർട്ടി അധ്യക്ഷൻ പങ്കെടുത്തു. അതിനുശേഷമാണെന്ന് തോന്നുന്നു വീക്ഷണത്തിൻ്റെ ഈ ഒരു സമീപനത്തിൽ മാറ്റം വന്നു. വീക്ഷണത്തിൻ്റെ ഇന്നത്തെ മുഖലേഖനം വളരെ വിലക്ഷണമായ ഒരു മുഖലേഖനമാണ്. അത് പാർട്ടി അധ്യക്ഷനെയും പാർട്ടിയൊക്കെ അപമാനിക്കുന്ന ഒരു മുഖലേഖനമാണ്. അതുകൊണ്ട് ഒരു 10:30 എൻ്റെ ഡാമേജ് കൺട്രോൾ എക്സസൈസ് കോൺഗ്രസ് ആരംഭിച്ചു. VM സുധീരൻ പത്രസമ്മേളനം നടത്തി, ഉമ്മൻചാണ്ടിയും വീരേന്ദ്രകുമാറിനെ വിളിക്കുന്നു, രമേശ് ചെന്നിത്തല വിളിക്കുന്നു. അവരെല്ലാവരും ഖേദപ്രകടനം നടത്തി. ഇത് കോൺഗ്രസിൻ്റെ ഔദ്യോഗികമായ നയമല്ല എന്നവർ പറഞ്ഞു. അതുകൊണ്ട് ഒരുപക്ഷെ വീക്ഷണത്തിന് സ്വതന്ത്രമായ നിലപാടാണോ അതോ കോൺഗ്രസ് പാർട്ടി ആലോചിച്ചാണോ എന്ന് ഞങ്ങൾ സംശയിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അവരെല്ലാവരും ഈ പത്രത്തിൽ വന്ന മുഖലേഖനത്തെ അവർ തള്ളി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിപ്പം ഈ UDF ഇങ്ങനെ ഒരു ഈ മതേതര ഇതിൻ്റെ വേണ്ടിയിട്ട് വാദിക്കും, അതിനുവേണ്ടി CPI-യുമായിട്ട് വേദി പങ്കിടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയും ഈ കേളുവട്ടൻ സ്മാരക പഠന കേന്ദ്രത്തിലെ ശ്രീ MB വീരേന്ദ്രകുമാർ പങ്കെടുത്തു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമായിരിക്കില്ലല്ലോ ഇപ്പോൾ ഈ വീക്ഷണത്തിലെ ഈ മുഖപ്രസംഗത്തിൻ്റെ. ചിലപ്പം ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഒരു പരിസരം കൂടി കാണും. കാരണം ഞങ്ങൾ UDF-നോടും കോൺഗ്രസിനോടും പറഞ്ഞിരുന്നു, ഞങ്ങൾ ഒരു എമർജിങ് പോളിറ്റിക്സ് വരുന്നുണ്ട്. ആ പോളിറ്റിക്സ് ജനതാ പ്രസ്ഥാനങ്ങളുടെ എല്ലാം കൂടെ ഒരു യോജിപ്പ് വരുന്നുണ്ട്. BJP-യെ നേരിടണമെങ്കിൽ ജനതാ പ്രസ്ഥാനങ്ങൾ പിന്നെ ചെന്നിട്ടുള്ള ഒരർത്ഥവുമില്ല. BJP-ക്ക് 31% വോട്ടേ ഉള്ളായിരുന്നു, പക്ഷേ അവർക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടി. അതിന് പ്രധാനപ്പെട്ട കാരണം ജനതാ പ്രസ്ഥാനങ്ങളുടെ വോട്ട് ഭിന്നിച്ചതുകൊണ്ടാണ്. ഉദാഹരണത്തിന് ബീഹാറിൽ ലാലു പ്രസാദ് യാദവിൻ്റെ RJD-ക്ക് 20% വോട്ടുണ്ട്. നിതീഷ് കുമാറിൻ്റെ JDU-ന് 15% വോട്ടുണ്ട്, 35%. പക്ഷേ BJP-ക്ക് അവിടെ 29% വോട്ടേ ഉള്ളൂ. അവർ മഹാഭൂരിപക്ഷം ലോക്സഭാ സീറ്റുകളും അവർ കൊണ്ടുപോയി. അതുകൊണ്ട് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഭിന്നിച്ചപ്പോഴാണ് BJP-ക്ക് അവിടെ ഒരു ഇടം കിട്ടിയത്. അതുകൊണ്ട് ഇപ്പോൾ അവരെല്ലാം തിരിച്ചറിഞ്ഞ് ഒരുമിക്കാൻ തീരുമാനിച്ചു. അവരൊരുമിക്കുമ്പോൾ കേരളത്തിലെ സോഷ്യലിസ്റ്റുകൾ ഇപ്പോൾ 2 ചേരിയിലാണ് നിൽക്കുന്നു. JDS LDF-ലും ഞങ്ങൾ UDF-ലാണ് നിൽക്കുന്നത്. ബീഹാറിലെ ഇലക്ഷൻ വരാൻ പോകുന്ന നവംബറിലാണ്. നവംബർ ഇലക്ഷന് മുമ്പ് ഒറ്റ പാർട്ടി ഉണ്ടാകും, ജനതാ പ്രസ്ഥാനങ്ങളുടെ ഒറ്റ പാർട്ടി. ഇപ്പോൾ അതിൻ്റെ അധ്യക്ഷനെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു. സാധാരണ ഞങ്ങളുടെയൊക്കെ പാർട്ടിയിൽ അധ്യക്ഷനെ തിരഞ്ഞെടുക്കാനാണ് ഏറ്റവും വിഷമം. ഇത്തവണ അതങ്ങ് നടത്തി പ്രോസസ്സ്. മുലായം സിംഗ് യാദവ് പ്രസിഡൻ്റായി. അപ്പം പുതിയ പാർട്ടി വരികയാണ്. ആ പുതിയ പാർട്ടി വരുമ്പോൾ കേരളത്തിൽ പിന്നെ 2 മുന്നണിയായിട്ട് നിൽക്കാൻ പാടില്ല. ഈ MLA-മാർ ഏതെങ്കിലും ഒരു മുന്നണിയിൽ നിൽക്കാനേ പറ്റും. അതേത് മുന്നണി നിൽക്കണമെന്ന് ദേശീയ പാർട്ടി പറഞ്ഞാൽ ഞങ്ങൾ അതിനനുസരിച്ച് നിൽക്കേണ്ടി വരും. ഇത് ഞങ്ങൾ UDF നേരത്തെ ധരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ PB തങ്കച്ചൻ സാറിനോട് പറഞ്ഞിരുന്നു, ദേശീയ തലത്തിലുണ്ടാകുന്ന ഈ മാറ്റത്തിൻ്റെ റിഫ്ലക്ഷൻ കേരളത്തിലുണ്ടാകും. അപ്പോൾ തങ്കച്ചൻ സാർ എന്നോട് പറഞ്ഞത് ശരിയാണ്, നിങ്ങളൊരു ദേശീയ പാർട്ടിയിലായി കഴിഞ്ഞാൽ പിന്നെ സംസ്ഥാന ഘടകത്തിന് മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഈ വരാൻ പോകുന്ന ഒരു ക്രൈസിസ്, അല്ലെങ്കിൽ ഒരു എമർജിങ് പോളിറ്റിക്സ് അവരെ
UDFിൻ്റെ നേതൃത്വത്തെ അലോസരപ്പെടുത്തും. ഒരുപക്ഷെ ഗവൺമെൻറ്റിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യുമോ എന്ന് അവർ ഭയപ്പെട്ട് കാണും. അപ്പോൾ അതിൻ്റെ ഒരു വേവലാതിയാണോ ഇപ്പോൾ കോൺഗ്രസ് അനുഭവിക്കുന്നത്? ഇങ്ങനെ നേരത്തെ ധരിപ്പിക്കുക ചെയ്തിട്ടുണ്ട്, ഒരുപക്ഷെ JDU UDF വിടും എന്നുള്ള ഒരു തോന്നൽ അവർക്ക് ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടല്ലേ? പക്ഷേ ഇപ്പോഴത്തെ ഒരു നാഷണൽ പോളിറ്റിക്സിൽ പെട്ടെന്നൊരു ഗവൺമെൻറ്റിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ നാഷണൽ പാർട്ടി പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ബീഹാറിലെ JDU ഗവൺമെൻറ്റിനെ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, CPM സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈയിടെ ലാൻഡ് ബില്ലിനെതിരെ ഇന്നലെ പാർലമെൻറ്റിലുണ്ടായ പ്രക്ഷോഭത്തിൽ ജനതയുമുണ്ട്, ലെഫ്റ്റുമുണ്ട്, കോൺഗ്രസ്സുമുണ്ട്. അപ്പോൾ പഴയൊരു പൊളിറ്റിക്സ് അല്ല. BJPയെ നേരിടണമെങ്കിൽ ഒരു ബ്രോഡ് യുണൈറ്റഡ് ഫ്രണ്ടാണ് എമർജ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോഴും കേരളത്തിലെ ഗവൺമെൻറ് പിന്തുണ പിൻവലിച്ച് LDFിൽ നിൽക്കണമെന്ന് ദേശീയ നേതൃത്വം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല, ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു നൈതിക ധാർമ്മിക പ്രതിസന്ധിയുണ്ട്. ഞങ്ങളുടെ MLAമാർ UDFിനെ അനുകൂലിക്കുന്ന ജനവിഭാഗങ്ങളുടെ വോട്ട് മേടിച്ച് ജയിച്ചവരാണ്. അങ്ങനെയുള്ള MLAമാർ ഇടയ്ക്ക് വെച്ച് LDFിലോട്ട് മാറുന്നതിന് ജനങ്ങളെങ്ങനെ സ്വീകരിക്കുമെന്ന് ഞങ്ങൾക്ക് ഉത്കണ്ഠയുണ്ട്. അതുകൊണ്ട് ഉടനെ ഒരു ഗവൺമെൻറ് പതനം ഒന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആവശ്യമില്ലാതെ കോൺഗ്രസ്സുകാർ വേവലാതിപ്പെടുകയാണ്. അപ്പോൾ ഈ 5 വർഷം എങ്ങനെയെങ്കിലും ഒന്ന് മുമ്പോട്ട് കൊണ്ടുപോവുക എന്ന് മാത്രമാണോ, അതിനുവേണ്ടി മാത്രമാണോ JDU ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത്? അത് കഴിഞ്ഞിട്ട് ഇനിയും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് ഒരു മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളാണോ ഇങ്ങനെ CPMമായിട്ട് വേദി പങ്കിടുകയും മറ്റ് CPM ഇപ്പോൾ വാതായനം തുറന്നിട്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്? ഞങ്ങൾ വാസ്തവത്തിൽ മുന്നണി മാറ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല. പക്ഷേ കേരളത്തിലെ 6 MLAമാരും ഒരു മുന്നണിയിൽ, 2 മുന്നണിയിലായിട്ട് നിൽക്കാൻ പറ്റത്തില്ല. ഒരു മുന്നണിയിൽ നിൽക്കണമെന്ന് ദേശീയ പാർട്ടി തീരുമാനിച്ചാൽ നമുക്ക് വേറെ എന്ത് ചെയ്യാൻ സാധിക്കും? ആ ദേശീയ പാർട്ടിയുടെ ഘടകം എന്നുള്ള നിലയിൽ നമുക്ക് ഉദാഹരണത്തിന് LDFിൽ നിൽക്കാനാണ് അവരാവശ്യപ്പെട്ടാൽ LDFിൽ നിൽക്കേണ്ടി വരും. പക്ഷേ ഞാനിപ്പം പറഞ്ഞ പോലെ ദേശീയ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഉരുത്തിരിയുന്ന ഒരു പുതിയ പ്രവണത കോൺഗ്രസിനെ കൂടെ ചേർത്തുകൊണ്ടുള്ളൊരു പൊളിറ്റിക്സാണ്. ഉദാഹരണത്തിന് ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഇവിടെ ലെഫ്റ്റ് ഇല്ല, ഞങ്ങളില്ല, ജനതയില്ല, പ്രാദേശിക പാർട്ടിയില്ല, അവിടെ കോൺഗ്രസ് മാത്രമേ ഉള്ളൂ. അവിടെ BJP ഫൈറ്റ് ചെയ്യണമെങ്കിൽ കോൺഗ്രസ് വേണം. അപ്പോൾ ഈ ഒരു ലാർജർ പൊളിറ്റിക്സ് കോൺഗ്രസ് മനസ്സിലാക്കാതെ ഇവിടുത്തെ കേവലം LDF UDF എന്നുള്ള ഈ ഡൈക്കോട്ടമി, ഈ ദ്വന്ദ്വത്തിനുള്ളിൽ, ഈ വൃത്തത്തിനുള്ളിൽ കിടന്ന് അവർ വെറുതെ വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല. ഇത് ഞങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ട്. ഈ UDFിൽ നിന്ന് ഈ JDUവിന് തിക്താനുഭവങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് അല്ലേ? ഈ തിക്താനുഭവങ്ങൾ ചിലതൊക്കെ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി എന്തെങ്കിലും അത്ര വളരെ കൂടുതലായിട്ട് അനുഭവിച്ചിട്ടുള്ള തിക്താനുഭവങ്ങൾ എന്ന് പറയുന്നത്? അത് ഞങ്ങൾ ഈ കോൺഗ്രസ് ലീഡേഴ്സുമായിട്ട് അത് ഷെയർ ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം ക്ലിഫ് ഹൗസിൽ വെച്ച്. എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിരുന്നു. അക്കാര്യത്തിൽ ചില പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ LDFിൽ ഒരു 40 വർഷം ഉണ്ടായിരുന്നു. 65 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പിളർപ്പിന് ശേഷം തുടർച്ചയായിട്ട് CPMൻ്റെ പക്ഷത്താണ് ഞങ്ങൾ. കമ്മ്യൂണിസ്റ്റ് ആശയക്കാർ, സോഷ്യലിസ്റ്റ് ആശയക്കാർ ഒരുമിച്ചാണ് നിന്നിരുന്നത്. അതിനുശേഷം LDFിൽ നിന്ന് പോന്നപ്പം ഞങ്ങൾ നേരെ UDFിൽ പ്രവേശിച്ചില്ല. ഞങ്ങൾ ഈ UDFിൽ ഒരു അപേക്ഷ കൊടുത്തുമില്ല ഞങ്ങൾ UDFിൽ എടുക്കണമെന്ന്. പക്ഷേ ആ ലോക്സഭാ ഇലക്ഷനിൽ ഞങ്ങൾ ലോക്സഭയിൽ UDFിനെ ഞങ്ങൾ സഹായിച്ചു. 16 സീറ്റുകൾ UDF ഒന്ന് വിജയിച്ചു. അതിൽ കുറച്ച് സീറ്റുകളിൽ ഞങ്ങൾക്ക് നല്ല വോട്ട് ഷെയറും സോഷ്യൽ ബേസും ഉള്ള സ്ഥലങ്ങളാണ്. അത് കഴിഞ്ഞപ്പം UDF ലീഡേഴ്സൊക്കെ പരസ്യമായിട്ട് പറഞ്ഞു നിങ്ങൾ UDF വരണമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് വടകര സീറ്റ് വാസ്തവത്തിൽ അന്ന് ഓഫർ ചെയ്തിരുന്നതാണ്. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ LDFിൽ നിന്ന് മാറി പെട്ടെന്ന് UDF വന്നപ്പം ഒരു സീറ്റ് മത്സരിക്കുന്നത് ശരിയല്ല, ഞങ്ങൾ ലോക്സഭാ സീറ്റും വേണ്ടെന്ന് വെച്ചു. പക്ഷെ പിന്നീട് അവരുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് വളരെ പ്രയാസകരമായ അനുഭവം ഉണ്ടായി. കഴിഞ്ഞ ദിവസം മുമ്പ് ഞാൻ പത്രസമ്മേളനത്തിൽ ഞങ്ങളുടെ ചർച്ച കഴിഞ്ഞിറങ്ങി വന്ന് പതിയെ പറയുകയും ചെയ്തു. ഈ 4 വർഷക്കാലം JDUവിനെ കൊണ്ട് ഞങ്ങൾക്കാണ് നേട്ടം ഉണ്ടായത്, അവരോട് നീതി കാണിക്കാൻ പറ്റിയില്ലെന്ന് മുഖ്യമന്ത്രി പരസ്യമായിട്ട് പറഞ്ഞു. അങ്ങനെ ചില പ്രയാസങ്ങളുണ്ടായിരുന്നു. പിന്നീട് ഈ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും വരികയൊക്കെ ചെയ്തിട്ടും ഈ സർക്കാരിന് ഇനി ഒരു 2 മാസത്തിനുള്ളിൽ താഴെ ഇറങ്ങേണ്ടി വരും എന്നാണ് ശ്രീ PC ജോർജ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് കൂട്ടിച്ചേർത്ത് വായിക്കാവുന്ന ചില കാര്യങ്ങൾ. ഇല്ല, ഞങ്ങളുടെ പിന്തുണ പിൻവലിച്ചാലും ഗവൺമെൻറ് പോകത്തില്ല. ഇപ്പോൾ PC ജോർജ് എതിരായി വോട്ട് ചെയ്താലും, ഇപ്പോൾ ഗണേശ് എതിരായി അരുവിക്കര സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നു, PC ജോർജ് എതിർത്ത് വോട്ട് ചെയ്താലും ഞങ്ങൾ പിന്തുണ പിൻവലിച്ചാലും ഗവൺമെൻറ് പോകത്തില്ല. സ്പീക്കറുടെ കാസ്റ്റിംഗ് വോട്ട് ഗവൺമെൻറ് നിൽക്കാം. അപ്പോൾ അങ്ങനെ വളരെ പ്രയാസപ്പെട്ട് നിൽക്കേണ്ട ഒരു സ്ഥിതിയിലായിരിക്കും ഞങ്ങൾ. പക്ഷേ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ടേ ഇല്ല. ഒരിക്കൽ PB തങ്കച്ചൻ സാറ് തന്നെ UDF യോഗത്തിൽ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, ഈ മുന്നണിയിലെ ഏറ്റവും ഡിസിപ്ലിൻഡായ പാർട്ടി അന്ന് സോഷ്യലിസ്റ്റ് ജനതയാണ്, JDU ആണ്. അവർക്ക് എന്തെങ്കിലും പറയണ്ടേ ഒന്നുമില്ല അവർ എഴുതി തരും, അല്ലെങ്കിൽ യോഗത്തിൽ പറയും എന്നൊക്കെ പറയണ്ടേ.
അതുകൊണ്ട് മുന്നണി മാറ്റത്തെക്കുറിച്ച് ഞങ്ങൾക്ക് എന്തെങ്കിലും ചിന്തയുണ്ടെങ്കിൽ ഞങ്ങൾ മുന്നണിയെ മാറുമെന്നല്ലാതെ ഇവരുടെ അനുവാദം ചോദിക്കത്തില്ല. പക്ഷേ ഒരു മുന്നണി നമ്മൾ നിൽക്കുമ്പോൾ ഡിസിപ്ലിൻഡായിട്ട് വളരെ ഫെയ്ത്തോടുകൂടി നമ്മൾ നിൽക്കുകയാണ്. ഈ മുന്നണിയിൽ നിന്നോട്ട് മറ്റൊരു മുന്നണിയോട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. അപ്പോൾ ചവിട്ടും കുത്തും ഏറ്റു കുറേ നാളായിട്ട് നിൽക്കുകയാണല്ലേ എന്ന് പറയാൻ പറ്റത്തില്ല. എല്ലാ മുന്നണിയിലും ചെറിയ പാർട്ടികളുടെ ഒരവസ്ഥ ഇതൊക്കെ തന്നെയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ വലിയ പാർട്ടിയാകാനും ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ 40 വർഷത്തിന് ശേഷം മറ്റു മുന്നണി മാറി വന്നത്. പക്ഷേ വീക്ഷണത്തിന്റെ മുഖപ്രസംഗം അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, പായും ചുരുട്ടി അവിടുന്ന് വഴിയാധാരമായി നിന്നപ്പോൾ അഭയം കൊടുക്കാൻ ഞങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അത് ഏത് മുന്നണിയിലാണെങ്കിലും ചെറിയ പാർട്ടികളോട് അങ്ങനെയാണ്. ഉദാഹരണത്തിന് ലെഫ്റ്റ് ചെന്നപ്പോൾ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരത്തെ EMSൻ്റെയൊക്കെ സമയത്ത് അവർ അസംബ്ലിയിൽ നേരെ പകുതി സീറ്റിലേ മത്സരിക്കത്തുള്ളൂ, 140-70. ലോക്സഭയിൽ ഒരു 10 സീറ്റിൽ താഴെ CPM മത്സരിക്കത്തുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ തവണ CPM മത്സരിച്ച് 93 സീറ്റിലാണ്, ലോക്സഭയിൽ 14 സീറ്റിലാണ് മത്സരിച്ചത്. അപ്പം ക്രമേണ മറ്റ് കക്ഷികളുടെ സീറ്റുകൾ കൂടി അവർ മത്സരിക്കുന്നൊരു പ്രവണത വന്നു. ഇത് ലെഫ്റ്റിലുമുണ്ട്. ഇവിടെ വീക്ഷണത്തിന് മുഖപത്രത്തിൽ അഭയം തന്നു എന്നൊക്കെ പറയുന്നൊരു അർത്ഥവുമില്ല. കാരണം കോൺഗ്രസിനാകെയുള്ള 39 MLA-മാരാണ്. അതിനേക്കാൾ കൂടുതൽ MLA-മാരുണ്ട് പ്രധാന പ്രതിപക്ഷമായ മാർക്സിസ്റ്റ് പാർട്ടിക്ക്, 42 ഉണ്ട്. ഈ 39 MLA-മാരിൽ തന്നെ ഒരു 10 പേര് ജയിച്ചത് 500-1000 വോട്ടിനിടയ്ക്കാണ്. ഞങ്ങൾക്ക് കേരളത്തിൽ ഒരു പരമ്പരാഗതമായിട്ട് 3% വോട്ടുണ്ടായിരുന്നു. ഉദാഹരണത്തിന് പാറശാല A.T. ജോർജ് 500 വോട്ടിനാണ് വിജയിച്ചു. ഞങ്ങൾക്ക് അവിടെ 5000 വോട്ടുണ്ട്. മുനീർ, ഷാജി, പ്രകാശ് മാസ്റ്റർ തോക്കുന്ന 2500 വോട്ടിന്. ഞങ്ങൾക്ക് അഴീക്കോട് 4000 വോട്ടുണ്ട്. അപ്പം ഞങ്ങളില്ലെങ്കിൽ ഈ മന്ത്രിസഭയില്ല, അല്ലെങ്കിൽ ഇന്ന് ഈ വീമ്പ് പറയുന്ന വീക്ഷണത്തിൻ്റെ പുനഃപ്രസിദ്ധീകരണമില്ല, ഒന്നുമില്ല. ഞങ്ങൾക്ക് അഭയം തരികയല്ല, ഞങ്ങൾ അവരെ സഹായിക്കുകയായിരുന്നു. ഒരു മുന്നണി എന്ന് പറയുമ്പം ചെറുതും വലുതുമായ എല്ലാ കക്ഷികളുടെയും കളക്റ്റീവല്ലേ, അവർ കളക്റ്റീവ് കണ്ടവരായിരുന്നു. പക്ഷേ അത് മനസ്സിലാക്കാതെ ഞങ്ങൾ അഭയം തേടി ചെന്നു. ഞങ്ങൾ അവരുടെ കാലിൽ യാചിച്ചു, അപ്പോൾ അവർ ഭക്ഷണം തന്നു എന്നൊക്കെ പറഞ്ഞ ആ മുഖപത്രം എഴുതിയ ആ പത്രാധിപരെ രാജിവെച്ച് പോകേണ്ടതാണ്. ഒരു ഗവൺമെൻറ്റിനെ കളയാൻ ഇത് പോരെ. ഈ പാലക്കാട്ടെ തോൽവിയിൽ ഈ സമിതിയുടെ റിപ്പോർട്ടൊക്കെ വന്നിട്ട് പോലും ഇനി എന്തെങ്കിലും അങ്ങനെ ഒരു നടപടി പ്രതീക്ഷിക്കുന്നുണ്ടോ? അതിനൊരു പ്രോസസ്സ് കൂടിയുണ്ട്. അതായത് സബ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് UDF ചെയർമാന് കൊടുത്തു, മുഖ്യമന്ത്രിക്ക്. മുഖ്യമന്ത്രി അത് UDF യോഗത്തിൽ വെക്കണം. UDF യോഗത്തിൽ വെച്ച് ചർച്ച ചെയ്തിട്ട് ഏത് കക്ഷിയുടെ ഭാഗത്തു നിന്നാണോ വീഴ്ചയുണ്ടായത് ആ കക്ഷിയാണ് നടപടികൾ സ്വീകരിക്കേണ്ടത്. എന്ത് നടപടി സ്വീകരിക്കണമെന്ന് ഞങ്ങൾ പറയത്തില്ല. ഇപ്പോൾ അവരെ പ്രതികാരത്തോടെ കാണണമെന്നോ അവരെ വൈരനിര്യാതന ബുദ്ധിയോടെ കാണണമെന്നൊന്നും ഞങ്ങൾ പറയത്തില്ല. പക്ഷേ ഒരു പോളിറ്റിക്സിൽ ഒരു മര്യാദയുണ്ട്, ധാർമ്മികമുണ്ട്. ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഇച്ഛാശക്തിയോട് പ്രവർത്തിക്കണം. അതുകൊണ്ട് ആ റിപ്പോർട്ട് പരിശോധിക്കുന്ന കോൺഗ്രസ്സിന് തന്നെ നല്ലതാണ്. അതിൽ കറക്റ്റീവ് മെഷേഴ്സ് എടുക്കുന്ന കോൺഗ്രസ്സിന് നല്ലത്. നേരത്തെ കോൺഗ്രസ്സിൽ ഇതിൽ പല റിപ്പോർട്ടുകൾ ഇങ്ങനെയുണ്ട്, വക്കം റിപ്പോർട്ടുണ്ട്, തെന്നൽ റിപ്പോർട്ടുണ്ട്, അതെല്ലാം അവിടെ ഇരിപ്പുണ്ട്. പക്ഷേ ഈ റിപ്പോർട്ട് എടുത്ത് പരിശോധിച്ച് ഉചിതമായ നടപടികൾ സ്വീകരിക്കുന്ന അവർക്ക് നല്ലതാണ്. ഏതായാലും ഇനി ഞങ്ങൾക്ക് പാലക്കാട് ജയിക്കാൻ പറ്റത്തില്ലല്ലോ. പക്ഷേ അന്നത്തെ ആ പാലക്കാട്ടെ തോൽവിയിലൂടെ തന്നെ ഒരു പക്ഷേ UDF-ഉമായിട്ട് കൂടുതൽ ഇടയേണ്ടതായിരുന്നു അല്ലേ? പക്ഷേ ഞങ്ങൾ ഒരു തരത്തിലുള്ളൊരു കാലുഷ്യം കാണിച്ചില്ല പാലക്കാട് ഇലക്ഷന് ശേഷം. പക്ഷേ ഞാൻ UDF യോഗത്തിൽ ആവശ്യപ്പെട്ടു, ഞങ്ങളോട് വാസ്തവത്തിൽ ഞാൻ UDF യോഗത്തിൽ ആവശ്യപ്പെട്ട അന്വേഷണം വേണമെന്ന്. കാരണം ഞങ്ങൾ ഒരിക്കലും പാലക്കാട് ചോദിച്ചിരുന്നില്ല. ഞങ്ങൾ ചോദിച്ചത് വടകര, കോഴിക്കോട് അല്ലെ വയനാട്. ഞങ്ങൾക്ക് സോഷ്യൽ ബേസ് ഉണ്ട്. കാരണം വടകരയാണ് ഓരോ വാർഡിൽ നമുക്കറിയാം ഭൂരിപക്ഷമുണ്ടോ അല്ലെങ്കിൽ അവിടെ നിഷേധമാണോ എന്നറിയാം. അപ്പം ഞങ്ങളോട് പറഞ്ഞു ഇവിടെ 3 ഇൻകംബൻസ് ഉണ്ട്. കോഴിക്കോട് രാഘവനുണ്ട്, വടകര മുല്ലപ്പള്ളിയുണ്ട്, വയനാട്ടിൽ ഷാനവാസുണ്ട്. അവരെ മാറ്റാൻ പറ്റത്തില്ല, അതുകൊണ്ട് നിങ്ങൾ പാലക്കാട് മത്സരിക്കാൻ പറഞ്ഞു. അവർ പറഞ്ഞു വീരേന്ദ്രകുമാർ ഒന്ന് നിന്ന് തന്നാൽ മതി. ഈ UDF-ലെ ഏറ്റവും വെയിറ്റുള്ള ഒരാളാണ്, കേന്ദ്രമന്ത്രിയാണ്. ഈ പാലക്കാട് വീരേന്ദ്രകുമാർ മത്സരിക്കുന്നതുകൊണ്ട് മറ്റ് 19 മണ്ഡലങ്ങളിൽ ഞങ്ങൾക്ക് പ്രയോജനമുണ്ടാവും എന്നവർ പറഞ്ഞു. എന്ന് മാത്രമല്ല ഞങ്ങളോട് പറഞ്ഞു വീരേന്ദ്രകുമാറിനെ നിർത്തി തരണമെന്നും പറഞ്ഞു. അങ്ങനെയാണ് വീരേന്ദ്രകുമാർ സാറിനെ അവിടെ നിർത്തുന്നത്. പക്ഷേ ഈ റിപ്പോർട്ടിൽ അവർ പറയുന്ന PP തണി സാറാണ് എൻ്റെ കൺവീനർ. അവർ പോയി മൊഴിയെടുത്തു എല്ലാ മണ്ഡലങ്ങളിലും. കോൺഗ്രസ് പ്രവർത്തകരാണ് ഒന്ന് മൊഴി തരുന്നത്. കോൺഗ്രസ് ലീഡേഴ്സ് ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിച്ചില്ല, ഒരു ജാഗ്രത കാണിച്ചില്ലെന്ന് അവരാണ് പറയുന്നത്. ആയിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ പ്രവർത്തിച്ചിട്ടുണ്ട്, അത് നമുക്കൊരിക്കലും ഡിസോൺ ചെയ്യാൻ പറയത്തില്ല.
വീരേന്ദ്രകുമാർ സാറിന് വേണ്ടി ഒരു കോൺഗ്രസ് പ്രവർത്തകൻ 1 മണിക്കൂറെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഡിസോൺ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇതിനെ ഏകോപിപ്പിക്കേണ്ട നേതൃത്വം അത് ഏകോപിപ്പിക്കാതെ അശ്രദ്ധയോടെ നിന്നു. അങ്ങനെയാണ് അവിടെ പരാജയം. അന്ന് DCC പ്രസിഡന്റിന്റെ സഹകരണം ഉണ്ടായില്ല, മുൻ DCC പ്രസിഡന്റിന്റെ സഹകരണം ഉണ്ടായില്ല, അതുപോലെ തന്നെ അവിടുത്തെ MLA-മാരുടെ സഹകരണം, അതുപോലെ തന്നെ AK ആന്റണി അവിടെ പ്രചാരണം നടത്തുന്ന സമയത്ത് അവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാരുടെ അസാന്നിധ്യം ഇതൊക്കെ വളരെ ശ്രദ്ധിക്കപ്പെട്ടതാണ്. ഇതിൽ പറഞ്ഞ ചില പേരുകൾ ഈ റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്. പക്ഷേ അന്തിമ റിപ്പോർട്ട് UDF-ൽ വെക്കുന്നതിന് മുമ്പ് ഞാനത് പറയുന്നത് റിപ്പോർട്ട് പ്രിയംപ്റ്റ് ചെയ്യുന്നതിന് തുല്യമായിരിക്കും. അതുകൊണ്ട് ചില പേരുകൾ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അത് സീനിയർ ലീഡേഴ്സാണ്. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി അവർക്കെതിരെ ഇനി ഒരു നടപടി എടുക്കാതിരിക്കാൻ വേണ്ടിയാണോ വീക്ഷണത്തിലൂടെ ഞങ്ങളെ ഒരു കടന്നാക്രമണം നടത്തി ഡിഫെൻസീവിലാക്കുന്നത് എനിക്കിപ്പോൾ സംശയമുണ്ട്. ഈ പാലക്കാട്ടെ തോൽവിയിൽ അന്ന് അതൊക്കെ സഹിച്ച് അവിടെ നിന്നതിൻ്റെ ഒരു പക്ഷേ കാരണം തിരികെ LDF-ലേക്ക് വരാൻ അല്പം പ്രയാസമുള്ള ഒരു സമയമായിരുന്നു അല്ലേ? അതുകൊണ്ട് തന്നെയാണ് ഇത്രയും നാൾ അത് സഹിച്ച് നിന്നത്. അതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് ലോക്സഭയെ മത്സരിക്കണമായിരുന്നു. കാരണം 52-ൽ പാർട്ടി ഉണ്ടായത് പിന്നെ സോഷ്യലിസ്റ്റുകൾ എല്ലാ കാലത്തും ലോക്സഭയിലുണ്ടായിരുന്നു. അപ്പോൾ 52 ഞങ്ങൾ 8 സീറ്റിലാണ് മത്സരിച്ച്. 67-ൽ 3 നമുക്ക് MP-മാരുണ്ട്. വിശംബര സാറുണ്ട്, അരങ്ങശ്രീധരനുണ്ട്, മാവേലിക്കരിയുണ്ട്. അതുകൊണ്ട് ഞങ്ങളില്ലാതെ ലോക്സഭയിൽ ഇവിടെ സോഷ്യലിസ്റ്റുകളില്ലാതെ പോയിട്ടില്ല. അപ്പോൾ LDF ഞങ്ങൾക്ക് ലോക്സഭാ സീറ്റ് നിഷേധിച്ചപ്പം അത് ഞങ്ങൾ ജയിച്ച സീറ്റാണ് കോഴിക്കോട്. ആ സീറ്റ് നിഷേധിച്ചപ്പോഴാണല്ലോ ഞങ്ങളന്ന് LDF-ൽ നിന്ന് AK സെൻറ്ററിൽ നിന്ന് ഞാൻ വളരെ വിഷമിച്ച് ഇറങ്ങിപ്പോകുന്ന ഒരു ചിത്രമുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് ഈ UDF-ൽ വന്നപ്പോൾ ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു ഞങ്ങൾക്ക് ലോക്സഭാ സീറ്റ് മത്സരിക്കണം. അങ്ങനെയാണ് ആ സീറ്റെടുത്ത് മത്സരിക്കാൻ തീരുമാനിച്ചത്. ഈ വർഗീയതയ്ക്കെതിരെ LDF-ഉമായിട്ട് വേദി പങ്കിടുന്നുണ്ട് JDU എന്ന് നേരത്തെ പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അഴിമതിക്കെതിരെയും എന്തുകൊണ്ട് LDF-ന് ആയിട്ട് വേദി പങ്കിട്ടുകൂടാ? അതൊരു വളരെ ഒരു ക്രൂഷ്യൽ ക്വസ്റ്റ്യനാണ്. കാരണം നമ്മൾ മുന്നണി നിൽക്കുമ്പം ആ മുന്നണിയുടെ ഡിസിപ്ലിൻ ഒരു ഇഷ്യൂ ആണ്. കാരണം ഈ അഴിമതി ഇഷ്യൂസൊക്കെ ഇതിനെങ്ങനെ ടാക്കിൾ ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ മിനിസ്റ്റേഴ്സ് അവർ ശ്രദ്ധിക്കണം, ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ UDF യോഗത്തിൽ പറയാറുണ്ട്. പക്ഷേ UDF-ന് പുറത്ത് നമുക്കത് പറയാം ലിമിറ്റേഷൻ ഉണ്ട്. കാരണം മുന്നണിയുടെ ഒരു ഡിസിപ്ലിൻ ഉണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് പക്ഷത്തു നിന്ന് പറയുകയാണെങ്കിൽ മാണിസാറിൻ്റെ കാര്യത്തിൽ ഇപ്പം ഒരു വിജിലൻസ് എൻക്വയറി നടക്കുന്നുണ്ട്. ആ വിജിലൻസ് എൻക്വയറി കംപ്ലീറ്റ് ചെയ്ത് ആ വിജിലൻസ് എൻക്വയറിയെ കുറിച്ച് ആർക്കെങ്കിലും പിന്നെ പരാതി ഉണ്ടെങ്കിൽ അവർക്ക് കോടതിയിൽ പോയി അവർക്ക് നീതി നേടാം. മിസ്റ്റർ ബാബുവിനെ കുറിച്ചാണെങ്കിൽ ഇപ്പോൾ ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ റിപ്പോർട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു സിസ്റ്റത്തിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ആ സിസ്റ്റം നടക്കുന്ന അന്വേഷണങ്ങളോട് സഹകരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് പോകാൻ ഒരു മുന്നണിക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ഇപ്പോൾ മാണിയുടെ തീരുമാനത്തിനനുസരിച്ചല്ലേ പിന്നെ കോൺഗ്രസ് വഴങ്ങി നിൽക്കുന്നത്? മധ്യമേഖല ജാഥ മാറ്റി ഇന്നലെ ഒരു പ്രത്യേക സാഹചര്യമായിരുന്നു. അത് എനിക്ക് തോന്നുന്നു അതിനകത്ത് കോൺഗ്രസിനെ കുറ്റം പറയാൻ സാധിക്കത്തില്ല. കാരണം മാണി സാറ് പറഞ്ഞത് എൻ്റെ ഗ്രാൻഡ് ഡോട്ടറിൻ്റെ കൊച്ചുമകളുടെ വിവാഹ നിശ്ചയമാണ്, ദുബായ് വെച്ചാണ്. അപ്പോൾ പൊളിറ്റിക്കൽ ഡയമെൻഷൻ മാറി അതിനകത്തൊരു പേഴ്സണൽ എലിമെൻറ്റ് വന്നു. അപ്പോൾ എനിക്ക് കുറച്ച് ദിവസത്തേക്ക് കാണത്തില്ല. അതുകൊണ്ട് ഞാൻ ഉദ്ഘാടനം ചെയ്യേണ്ട കേരള കോൺഗ്രസ്സിന് കുറേ സ്വാധീനമുള്ള മേഖലയായ മധ്യമേഖല, കേരള കോൺഗ്രസിൻ്റെ ക്യാപ്റ്റനുള്ള ജാഥ മാറ്റി വെക്കണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും മാണി സാറിനെ പോലെ സീനിയർ ലീഡർ പറഞ്ഞപ്പം ആ ജാഥ മാറ്റാം എന്നാണ് തീരുമാനിച്ചത്. അതിനകത്തൊരു വഴങ്ങിക്കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു പേഴ്സണൽ അപ്പീൽ വന്നു, അതെല്ലാവരും മാനിച്ചു എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ ഇപ്പം PP തങ്കച്ചൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പം JDU വളരെ അച്ചടക്കമുള്ള ഒരു പാർട്ടിയാണെന്ന്. ഒരുപക്ഷെ പല ആവശ്യങ്ങളും അങ്ങോട്ടേക്ക് ഉന്നയിക്കാത്തത് കൊണ്ട് തന്നെയായിരിക്കും. RSP ചില കാര്യങ്ങളിൽ രംഗത്തേക്ക് വന്നു, പിന്നെ കേരള കോൺഗ്രസ് വന്നു, ഇപ്പോൾ ബാലകൃഷ്ണപിള്ള കേരള കോൺഗ്രസ് B പറയാനുള്ളത് പറഞ്ഞ് പുറത്ത് ഇറങ്ങുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു ആർജവം JDU-ൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്നാണോ നമുക്ക് മനസ്സിലാക്കേണ്ടത്? വാസ്തവത്തിൽ അതിനപ്പുറത്തെ ഒരു പൊളിറ്റിക്സിലേക്കാണ് പോകേണ്ടത്. വാസ്തവത്തിൽ എന്ത് വലിയ ആവശ്യങ്ങളുണ്ടെങ്കിൽ ഒരു കോർപ്പറേഷൻ സ്ഥാനം അല്ലെങ്കിൽ ഒരു കൺവീനർ സ്ഥാനം, ഇതല്ലല്ലോ ഇപ്പോഴത്തെ പോളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ. ഇപ്പോഴത്തെ പോളിറ്റിക്സ് ജനങ്ങളുടെ ധാരാളം ഇഷ്യൂസ് ഉണ്ട്. ഇപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു പ്രസക്തമല്ല. നിങ്ങൾക്കൊരു ജില്ലാ കൺവീനർ സ്ഥാനം കിട്ടിയോ, കോർപ്പറേഷൻ ബോർഡ് സ്ഥാനം കിട്ടിയോ, ഇതൊക്കെ ജനങ്ങൾക്ക് ഒരു പ്രശ്നമേ അല്ല. അതുകൊണ്ടാണ് ഞങ്ങളിത് പരസ്യമായിട്ട് പറയുന്നത്. ഞങ്ങൾ പരസ്യമായിട്ട് പറഞ്ഞാൽ ജനങ്ങൾ പുച്ഛിക്കും. ഇതാണോ നിങ്ങളുടെ ഒരു അജണ്ട എന്ന് ചോദിക്കും. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഇത്തരം കാര്യങ്ങൾ പരസ്യമായിട്ട് പുറത്തൊന്നും പറയാത്തത്. പക്ഷേ JDU-ന് വേണ്ടത്ര തരത്തിലുള്ള ബോർഡ് സ്ഥാനങ്ങൾ തന്നിട്ടില്ലല്ലേ? അല്ല, ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങളൊക്കെയുണ്ട്. പക്ഷെ ഞങ്ങൾക്കുള്ള ഒരു
പ്രയാസം വന്ന ഈ പഞ്ചായത്ത് ഇലക്ഷൻ, അസംബ്ലി, ലോക്സഭ ഇലക്ഷൻസ് ആണ്. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ആണല്ലോ. ഈ പറയുന്ന കോർപ്പറേഷനൊക്കെ നോമിനേറ്റഡ് സ്ഥാനങ്ങളാണ്. അപ്പോൾ പഞ്ചായത്ത് വന്നപ്പം എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ തവണ ഞങ്ങൾക്കൊരു 480-500 സീറ്റുകളുണ്ടായിരുന്നു. ഇപ്പോൾ ഈ തവണ വന്നപ്പോൾ അതൊരു 270 സീറ്റായിട്ട് കുറഞ്ഞു. കാരണം അന്ന് UDF ഞങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ മത്സരിക്കേണ്ടത് നിങ്ങൾ ജയിച്ച സീറ്റുകളിൽ മാത്രമേ മത്സരിക്കാവൂ. അപ്പോൾ ഞാൻ ചോദിച്ചു, UDFന് കെട്ടിവെച്ച കാശ് പോയ ചില ആളുകളുണ്ടല്ലോ, അതുപോലെ ഞങ്ങൾക്ക് തരത്തില്ലെന്ന് ചോദിച്ചു. അവിടെ തരത്തില്ലെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ലോക്സഭാ ഇലക്ഷനിൽ 20-16 സീറ്റുകൾ വിജയിപ്പിച്ചിട്ട് വന്നിരിക്കുകയാണ്. അതിനുശേഷം നടന്ന ആദ്യത്തെ ഇലക്ഷനാണ്. അതുകൊണ്ട് എന്ത് പറ്റി, ഞങ്ങളുടെ പഞ്ചായത്ത് അംഗങ്ങളുടെ എണ്ണം നേരെ പകുതിയായിട്ട് കുറഞ്ഞു പോയി. അതിനുശേഷം നിയമസഭ വന്നു. നിയമസഭ വന്നപ്പോൾ ഞങ്ങൾക്ക് തന്ന സീറ്റുകൾ കേട്ട് ആരും പൊട്ടിച്ചിരിച്ചു പോകും. കാരണം ഞങ്ങൾ LDFിൽ നിന്ന് UDFിലേക്ക് വരുന്ന 3 സീറ്റുമായിട്ട്, വടകര, കൽപ്പറ്റ, കൂത്തുപറമ്പ്, ഈ 3 സീറ്റ് കഴിച്ച് ഞങ്ങൾക്ക് തന്നത് മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ ആദ്യം ജയിക്കുന്ന 4 സീറ്റുകൾ: എലത്തൂര്, നെന്മാറ, നേമം, മട്ടന്നൂർ. പക്ഷേ എന്നിട്ട് ഞങ്ങളൊരു പരാതിയും പറഞ്ഞ് അവിടെ പോയി മത്സരിച്ചു. പിന്നെ അതിനുശേഷം ലോക്സഭ വന്നപ്പോൾ ഇതാണ് സ്ഥിതി. അതാണ് ഞങ്ങളുടെ ശരിയായൊരു ഗ്രീവൻസ്. ഞങ്ങളെ UDFിനെ സഹായിച്ചൊരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങളുടെ ഒരു ഇന്റേണൽ സ്ട്രെങ്ത് ഇപ്പം തന്നെ ഞങ്ങൾ സഹായിച്ചില്ലെങ്കിൽ, ഞങ്ങളുടെ പാറശാല മണ്ഡലത്തിലെ പ്രവർത്തകർ നിശബ്ദരായാൽ ശശി തരൂർ ജയിക്കത്തില്ല. കാരണം ഞങ്ങൾ വലിയൊരു പൊളിറ്റിക്കൽ പാർട്ടി അല്ലെങ്കിലും ഞങ്ങൾക്കൊരു പരമ്പരാഗതമായി 3% വോട്ടുണ്ടായിരുന്നു. ഒരു 4000-5000 വോട്ടാണ് ഒരു മണ്ഡലത്തിൽ 3% എന്ന് പറഞ്ഞാൽ. അപ്പം ഞങ്ങളെ ആ രീതിയിലൊന്നും മനസ്സിലാക്കിയില്ല കോൺഗ്രസ്. ഈ പല ഘടകകക്ഷികളും UDFിൽ നിന്ന് ഇത്തരത്തിലുള്ള തിക്താനുഭവങ്ങൾ നേരിടുന്നുണ്ടല്ലേ. ഇപ്പോൾ JDUവിൻ്റെ ചില കാര്യങ്ങൾ പറയുകയുണ്ടായി, അതുപോലെ തന്നെ RSP ഒക്കെ തന്നെ തിക്താനുഭവങ്ങൾ നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചന്ദ്രചൂഡൻ ചില പ്രസ്താവനകളുമായിട്ട് രംഗത്ത് വരികയൊക്കെ ചെയ്തല്ലോ. പക്ഷെ ആ പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളാണ്, എനിക്കതിലേക്ക് അല്ല, അതും ഇതുപോലെ ദീർഘകാലം LDFിൽ കഴിഞ്ഞു. ഒരുപക്ഷെ 4 മിനിറ്റ് മതി ഇത് ഈ UDFിൽ നിന്ന് ഇറങ്ങിപ്പോരാൻ എന്നാണ് ചന്ദ്രചൂഡൻ പറഞ്ഞത്. അതിനകത്തും അവിടെയും RSPയിൽ തന്നെ ഇക്കാര്യത്തിൽ വിയോജിപ്പുള്ളവരും ഉണ്ടായിരുന്നു. അത് RSPയുടെ ഒരു ആഭ്യന്തര ഇഷ്യൂ കൂടാണ്. ഞാൻ അതിനോട് കമൻറ്റ് ചെയ്യുന്നത് ശരിയല്ല മറ്റൊരു പാർട്ടിയുടെ സെക്രട്ടറി എന്നുള്ളതല്ലേ. ഒരുപക്ഷെ ഈ ഘടകകക്ഷികൾക്കൊക്കെ തന്നെ, LDF വിട്ടവർക്കൊക്കെ തന്നെ ഇപ്പോൾ LDFിലേക്ക് വീണ്ടും സ്വാഗതം നേർന്നുകൊണ്ട് നിൽക്കുകയാണ് എല്ലാവരും, അല്ലേ? ഒരുപക്ഷെ പാർട്ടിയുടെ നേതൃത്വത്തിലുണ്ടായ ഒരു മാറ്റവും ഇപ്പോൾ JDUവിന് അത് അനുകൂലമായിട്ട് വന്നിരിക്കുകയാണല്ലേ. അല്ല, നേതൃത്വമാറ്റം അല്ല അതിനകത്ത് ഇഷ്യൂ. ഞങ്ങൾ 1-2 പാർട്ടികൾ മുന്നണി വിട്ടത് പിന്നെ മാർക്സിസ്റ്റ് പാർട്ടി ശക്തിയൊന്നും കുറഞ്ഞിട്ടില്ല, പക്ഷെ അവർക്ക് ഇലക്ടറൽ ഗെയിൻ സാധിക്കുന്നില്ല. ഞങ്ങൾക്ക് 3% വോട്ടുണ്ടായിരുന്നു, ജോസഫ് ഗ്രൂപ്പിന് 1.5% വോട്ടുണ്ടായിരുന്നു, 4.5, INL 0.5% വോട്ട്, 5% വോട്ടങ്ങ് മാറി LDFിൽ നിന്ന് UDFിലേക്ക്. അതിൻ്റെ ഫലമായിട്ട് 2009 ലോക്സഭ, അതിനുശേഷം നടന്ന പഞ്ചായത്ത്, അതിനുശേഷം നടന്ന നിയമസഭ, പിറവം, നെയ്യാറ്റിൻകര, ഇപ്പോൾ ലോക്സഭ, ഈ 6 ഇലക്ഷനിൽ LDF പരാജയപ്പെട്ടു. ഇന്ത്യയിലെ രാഷ്ട്രീയ നിരീക്ഷകർക്കെല്ലാം വിസ്മയമാണ്. കാരണം കേരളത്തിൽ എപ്പോഴും മാറി മാറി പക്ഷേ 6 ഇലക്ഷനിൽ സക്സസീവായിട്ട് LDF തോറ്റു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു 5% വോട്ട് LDFിൻ്റെ നഷ്ടപ്പെട്ടു. ആ വോട്ട് തിരിച്ചു കിട്ടിയാലേ LDF ജയിക്കത്തുള്ളൂ, ഇലക്ട്രൽ ഗെയിൻ ഉണ്ടാകത്തുള്ളൂ. അതവർ മനസ്സിലാക്കി. അല്ലാതെ കാരാട്ട് മാറി യെച്ചൂരി വന്നതുകൊണ്ടോ പിണറായി മാറി കോടിയേരി വന്നതുകൊണ്ടോ അല്ല ഇഷ്യൂ. ഇതിനകത്ത് ഒബ്ജക്റ്റീവ് സാഹചര്യം അതാണ് അവർ സീരിയസ് ആയിട്ട് പറയുന്നത്. സോഷ്യൽ ലിസ്റ്റ് ജനതയെ കൊണ്ടുവരണമെന്ന്. പക്ഷേ പിണറായിയുടെ കാലത്താണ് ഇറങ്ങിപ്പോകുന്നത്, പല ഘടകകക്ഷികളും ഇറങ്ങിപ്പോകുന്നത്. ആ പലതരത്തിലുള്ള തിക്താനുഭവങ്ങൾ അവിടെയും നേരിട്ടിട്ടുണ്ട്. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, ചെറിയ ചെറിയ പാർട്ടികളാകുമ്പോൾ ഈ പറഞ്ഞതുപോലെ ചില തിക്താനുഭവങ്ങൾ നേരിടേണ്ടി വരും. അപ്പോൾ അത്തരത്തിലുള്ള ചവിട്ടും കുത്തും എന്ന് കിടക്കേണ്ടവരാണ് എന്നുള്ളത് അങ്ങ് തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങളൊരു വലിയ പാർട്ടിയായി 6 ജനതാ പ്രസ്ഥാനങ്ങൾ ചേർന്ന് ഞങ്ങൾ 4 തവണ രാജ്യം ഭരിച്ചതല്ലേ. ഞങ്ങളുടെ പിന്നിപ്പ് കൊണ്ട് തന്നെയാണ് ഇത് സംഭവിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചു ഇനി ഇതിൻ്റെ ആവശ്യമില്ല. ഇനി രാജ്യത്ത് UPയിൽ ഭരിക്കുന്നു, ബീഹാർ ഭരിക്കുന്നു, ഹരിയാനയിലെ മുഖ്യ പ്രതിപക്ഷം, കർണാടകയിലെ മുഖ്യ പ്രതിപക്ഷം, ഒറീസയിലെ ഭരണകക്ഷി, എല്ലാവരും കൂടെ യോജിച്ച് ജനതാ പ്രസ്ഥാനമായിട്ട് മാറാൻ തീരുമാനിച്ചു. അതിനെയാണ് യെച്ചൂരിയും സോണിയാഗാന്ധിയും എല്ലാം സ്വാഗതം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു പാഠം പഠിച്ചു എന്നർത്ഥം. പാഠം ശരിക്കും പഠിച്ചിട്ടുണ്ട്.
അപ്പോൾ തീർച്ചയായിട്ടും ഈ LDFിലേക്ക് വരാനുള്ള സാധ്യത കൂടുതൽ അനുകൂലമായി തീർന്നിരിക്കുന്നതാണ്. കോടിയേരി പാർട്ടി സെക്രട്ടറിയായി ഇക്കാര്യത്തിൽ വളരെ ഇപ്പോൾ വീരേന്ദ്രകുമാറുമായിട്ട് വേദി പങ്കിട്ടു. അതുപോലെ തന്നെ വീരേന്ദ്രകുമാറെ സഖാവ് VSനെ കാണുന്നു. പഴയ വ്യക്തിപരമായ ശത്രുത ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ തന്നെ പറഞ്ഞ 6 വർഷത്തിന് ശേഷമാണ് വീരേന്ദ്രകുമാറുമായിട്ട് വേദി പങ്കിട്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മുന്നണി മാറ്റം എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ കാര്യമല്ല, ഒരു വലിയ മൊമെൻ്റസ് കാര്യമാണ്. അത് നമ്മുടെ നാഷണൽ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നാഷണൽ പാർട്ടി പറയുകയാണ് ഇതാണ് നമ്മുടെ ലൈൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തൽക്ഷണം അത് സ്വീകരിക്കും. അല്ല, ഈ അത്രയും ഒരു ശത്രുതയൊക്കെ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ പിണറായിയുടെ കാലത്തായിരുന്നു അത്രയും ശത്രുതയും ഈ ഒരുതരം ദുശാഠ്യവും ഉണ്ടായിരുന്നത്. അതുകൊണ്ടായിരുന്നു ഒരു പക്ഷേ പാർട്ടി പലർക്കും വിട്ടുപോകേണ്ടി വന്നത് അല്ലേ? പിണറായിയും വീരനും കൂടെ ഒരേ ജയിലിലാണ് അടിയന്തരാവസ്ഥയിൽ കിടന്നത്. അവർ വളരെ ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. പക്ഷേ കാലക്രമത്തിൽ വളരെ രണ്ടുപേരും തമ്മിൽ ഒരു ശത്രുതയുണ്ടായി. എനിക്കൊന്നും ഇപ്പോൾ ആ ശത്രുത പോലും കുറഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. RSP ഇതുപോലെ തന്നെ പലതും കേട്ടല്ലേ ഇറങ്ങി പോരുന്നത്. കേൾക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള പദപ്രയോഗങ്ങൾ വരെ നമുക്കറിയാം ഉണ്ടായിട്ടുള്ളത്. അതിലെ പ്രധാനപ്പെട്ട പ്രശ്നം സീറ്റ് തന്നെയാണ്. കൊല്ലം സീറ്റ് അവരും ആയിരുന്നല്ലോ, കൊല്ലം സീറ്റ് ഹോൾഡ് ചെയ്തിരുന്നത് എത്രയോ വർഷങ്ങളായി ശ്രീകണ്ഠനായർ കാലം തൊട്ട്. അപ്പം ഞങ്ങളുടെ കോഴിക്കോട് സീറ്റ് എടുത്ത പോലെ തന്നെ കൊല്ലം സീറ്റ് എടുക്കാൻ CPM തീരുമാനിച്ചു. പിന്നെ അതിൻ്റെ തുടർച്ചയായിട്ടാണ് RSP ഇറങ്ങിപ്പോയത്. ഇപ്പോൾ ഈ JDUവിലെ അങ്ങോട്ടേക്കുള്ളൊരു പ്രവേശനത്തിന് വേണ്ടിയിട്ട് ഒരു പക്ഷേ ഇതിനകത്ത് മുൻകൈ എടുക്കുന്നത് കൂടുതൽ താല്പര്യം കാണിക്കുന്നത് ഒരു പക്ഷേ സഖാവ് VSൽ നിന്നല്ലേ? VS മാത്രമല്ല, ഇപ്പോൾ CPMൻ്റെ പോൾ ബ്യൂറോ, സെൻട്രൽ കമ്മിറ്റി, അപ്പോൾ അവർ ഞങ്ങൾ 2009 പോയപ്പോൾ അവരുടെ വിലയിരുത്തലുണ്ടായിരുന്നു CPM കേന്ദ്ര കമ്മിറ്റിയുടെ. അവർ പറഞ്ഞത് ദ ഡിസ്റ്റൻസിങ് ഓഫ് ദി ഡോമിനൻറ്റ് ഫാക്ഷൻ ഓഫ് JDS ലെഡ് ബൈ വീരേന്ദ്രകുമാർ ഫ്രം LDF വാസ് ദ മെയിൻ ഫാക്ടർ ഫോർ ദ ഡിഫീറ്റ് ഓഫ് LDF ഇൻ കേരള എന്നവർ പറഞ്ഞായിരുന്നു. അപ്പോൾ അന്ന് തൊട്ട് 2009 തൊട്ട് ഈ ഒരു ശ്രമമുണ്ട്. ഇന്ന് മാത്രമല്ല, ഇത്തവണ വിശാഖപട്ടണത്ത് ചേർന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനത്തിലെ ഡോക്യുമെൻറ്റിൽ അവർ പറയുന്നുണ്ട്, പ്രത്യേകിച്ചും കേരളത്തിൽ സോഷ്യലിസ്റ്റ് ആശയക്കാരാണ് ലെഫ്റ്റിൻ്റെ നാച്ചുറൽ അലൈസ്, അവരുമായിട്ട് യോജിച്ച് പ്രവർത്തിക്കണമെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ റിഫ്ലക്ഷനാണ് CPM സ്റ്റേറ്റ് കമ്മിറ്റി വന്നത്. അത് അവരുടെ തീരുമാനമാണ്. ഈ കഴിഞ്ഞ ദിവസം CPIയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ കാനം പറയുകയുണ്ടായി, ഞങ്ങളാണ് ആദ്യം തന്നെ JDU LDFിലേക്ക് വരണമെന്ന് തന്നെ ആവശ്യപ്പെട്ടതെന്ന് പറയുന്നത്. അത് ശരിയാണ്. CK ചന്ദ്രപ്പനുള്ളപ്പം വളരെ നിർബന്ധിക്കുന്നുണ്ടായിരുന്നു സോഷ്യലിസ്റ്റുകളെ ഒരുമിച്ച് നയിക്കണം കമ്മ്യൂണിസ്റ്റുകളുമായിട്ട് എന്ന് പറഞ്ഞു. പക്ഷേ കേരളത്തിൽ ഈ പറയുന്ന ചില വ്യക്തിപരമായിട്ടുള്ള ചില ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ LDFിലേക്ക് അഥവാ വരികയാണെങ്കിൽ തന്നെയും ഒരുപക്ഷെ ഏറെ നാൾ കഴിയുമ്പോൾ ഇവിടെയും കിട്ടിയ തിക്താനുഭവങ്ങൾ ഇനിയും അവിടെയും കിട്ടേണ്ടി വരുമോ എന്ന് തോന്നുന്നില്ലേ? അത് ഹ്യൂമൻ നേച്ചറാണ്. അത് നമുക്ക് ഡയലക്റ്റിക്കലായിട്ടേ കാണാൻ പറ്റത്തുള്ളൂ. LDFിലേക്ക് വരുന്നതിനെ കുറിച്ചൊന്നും പാർട്ടി ചിന്തിച്ചിട്ടില്ല. കാരണം ഒരു പാർട്ടിയുടെ ഡിസിഷനാണ് അതൊക്കെ. പക്ഷേ ഇപ്പം ഞങ്ങളുടെ വളരെ വിശ്വസ്തരായിട്ട് UDF നിൽക്കുകയാണ്. നമ്മുടെ ഒരു ട്രസ്റ്റ് ഉണ്ടല്ലോ, അതിൽ വിശ്വസ്തയോടെ നിൽക്കുകയാണ്. പക്ഷേ ഈ പ്രതിച്ഛായ മങ്ങിയ ഒരു മന്ത്രിസഭയിൽ അങ്ങനെയുള്ള ഒരു മുന്നണിയിൽ നിൽക്കുന്നത് പന്തികേടായിട്ട് തന്നെ തോന്നുന്നില്ല. ആദ്യത്തെ ഒരു 3.5 വർഷം നല്ല പെർഫോമൻസ് ആയിരുന്നു. ഇപ്പം മൂലധന നിക്ഷേപത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും പാവപ്പെട്ടവർ, സാധാരണക്കാർ, അവർക്ക് ഒരു കമ്പാഷനേറ്റായിട്ട് കാരുണ്യമുള്ള ധാരാളം സ്കീംസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഈ പ്രതിച്ഛായ നഷ്ടത്തിൽ അതെല്ലാം മറന്നുപോയി. ആളുകൾക്ക് കൊടുത്ത് ഉദാഹരണം എല്ലാ സാമൂഹ്യക്ഷേമ പെൻഷനുകളും വർദ്ധിപ്പിച്ചു, നല്ല മൂലധന നിക്ഷേപം നടത്തി, ഒരേ സമയത്ത് തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി, അതേസമയം തന്നെ ഒരു കമ്പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ഗവൺമെൻറ്. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി വളരെ വളരെ ഹാർഡ് വർക്കിംഗ് ആണ്. ഉമ്മൻചാണ്ടി ഉറങ്ങുന്നേ ഇല്ല. ഉമ്മൻചാണ്ടി നിരന്തര യാത്രയും, പ്രത്യേകിച്ച് പാവപ്പെട്ടവർ വരുമ്പോൾ ഒരു വലിയ കനിവുണ്ട്. അപ്പോൾ അങ്ങനെ നല്ലൊരു പെർഫോമിങ് ഗവൺമെൻറ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു പ്രതിച്ഛായ നഷ്ടം ഉണ്ടെന്നുള്ള കാര്യം ശരിയാണ്. ഇല്ലെന്ന് നമ്മൾ പറയുന്ന കാവ്യമാണ്. കാരണം ഇപ്പം മിഡിൽ ക്ലാസ് മൊറാലിറ്റി വളരെ ശക്തമാണ്. കറപ്ഷൻ, ഉദാഹരണം ഡൽഹിയിൽ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെല്ലാം തൂത്തു വാരിപ്പോയി, അവരെല്ലാം ആപ്പ് ജയിച്ചില്ലേ അവിടെ. അതുകൊണ്ട് കറപ്ഷനെ കുറിച്ച് നമ്മൾ വളരെ അവെയർ ആയിരിക്കണം. പക്ഷേ നമുക്ക് ഒരു മുന്നണിയിലെ ഒരു പാർട്ടി എന്നുള്ള നിലയിൽ നമുക്ക് അതിനകത്ത് മാത്രമേ നമുക്ക് സംസാരിക്കാൻ പറ്റൂ. ഇപ്പോൾ ഒരുപക്ഷെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉറങ്ങാത്തത് ഈ പ്രതിച്ഛായ നഷ്ടപ്പെട്ടത് കൊണ്ടും മന്ത്രിസഭ പിടിച്ചു നിർത്തത് കൊണ്ടും ആയതുകൊണ്ടാണ്. അല്ലല്ല, ഈ ഹാർഡ് വർക്ക് കൊണ്ടാണ്. ഇപ്പോൾ ഇന്ന് ഞങ്ങളുടെ PR കുറുപ്പിൻ്റെ ജന്മശതാബ്ദി യോഗത്തിൽ പങ്കെടുത്തു. അപ്പോൾ ഇവിടെ തന്നെ പോവുകയാണ് ജനസമ്പർക്ക പരിപാടിക്ക്, കണ്ണൂർ പോവുകയാണ്. അവിടെ 25,000 പേരെയൊക്കെയാണ് കാണുന്നത്.
രാത്രി 2 മണി 3 മണിയാകും അത് തീരുമ്പോൾ. നേരെ തിരിച്ച് ഇവിടെ വരികയാണ്. മുഖ്യമന്ത്രിയിൽ JDUവിന് വളരെ വിശ്വാസ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരുപക്ഷെ മുഖ്യമന്ത്രി നേരിട്ട് വീരേന്ദ്രകുമാറിനെ കാണാൻ എത്തി ഇതൊന്ന് അനുനയിപ്പിക്കാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തിയത്. മുഖ്യമന്ത്രി മാത്രമല്ല, ലീഡേഴ്സുമായിട്ടൊക്കെ നമ്മൾ നല്ല ബന്ധത്തിലാണ്. പക്ഷേ ഞങ്ങൾ ആദ്യമായിട്ടൊരു കാര്യം സീരിയസ് ആയി പറഞ്ഞപ്പോൾ അവർക്കും തോന്നിയത് ഞങ്ങൾ സീരിയസ് ആണെന്ന്. കാരണം വി കനോട്ട് ബി ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് എന്നവർക്ക് തോന്നി. എല്ലാ കാലത്തും ഇങ്ങനെ നമ്മളെ അവഗണിക്കാൻ പാടില്ല എന്നവർക്ക് തോന്നി. അവർക്കൊരു ചെറിയ ഭയം തോന്നിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ശ്രീ PC ജോർജ് പറയുന്നുണ്ട് ഞാനിപ്പോൾ UDF അല്ല എന്ന്. UDF അങ്ങനെ പറയാൻ സാധിക്കത്തില്ല. കാരണം UDF പാർലമെന്ററി അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഞാൻ UDF അല്ല എന്നുള്ളത്. കാരണം അദ്ദേഹത്തിന് UDF എന്നുള്ള ഒരു അതിനകത്ത് ആ ഒരു മുന്നണിയിൽ നിൽക്കാൻ യാതൊരു തരത്തിലുള്ള താല്പര്യവുമില്ല. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്നുണ്ട്. അതിന് നേതൃത്വം കൊടുക്കുന്നത് മുഖ്യമന്ത്രിയാണ്. ഈ മുഖ്യമന്ത്രിയുടെ ഏജന്റാണ് എക്സൈസ് വകുപ്പ് മന്ത്രി ബാബു എന്നെല്ലാമാണ് അദ്ദേഹം പറയുന്നത്. ടെക്നിക്കലായിട്ട് പാർലമെന്ററി പാർട്ടിയിൽ അംഗമാണ് കേരള കോൺഗ്രസിൻ്റെ UDFിൻ്റെ. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് വന്നപ്പോൾ ഏത് പാർട്ടിയുടെ ലേബലിൽ നിന്നാണോ മത്സരിച്ചത് ആ പാർട്ടിയുടെ ചീഫ് അധ്യക്ഷൻ പറയുന്നതാണ് തീരുമാനം. അതുകൊണ്ട് PC ജോർജിന് ഡിസ്ക്വാളിഫിക്കേഷൻ വരാതിരിക്കണമെങ്കിൽ UDF പാർലമെൻ്ററി പാർട്ടിയിൽ നിന്നേ പറ്റൂ. അതാണ് രാജ്യസഭാ ഇലക്ഷന് PC ജോർജ് UDFിന് വോട്ട് ചെയ്തത്. അരുവിക്കരയിൽ UDFിന് വിജയിക്കാൻ സാധിക്കില്ല എന്നാണ് PC ജോർജ് പറയുന്നത്. ബാലകൃഷ്ണപിള്ള രംഗത്ത് വന്നിട്ടുണ്ട്. JDUവിൻ്റെ നിലപാട് എന്തായിരിക്കും അരുവിക്കരയിൽ? അരുവിക്കര UDF ജയിക്കും. കാരണം അവിടെ ഉദാഹരണത്തിന് കോൺഗ്രസ് ആലോചിക്കുന്ന ശ്രീ G. കാർത്തികേയൻ്റെ വിഡോയാണ് ആലോചിക്കുന്നത്. കേരളത്തിൽ എപ്പോഴും ഒരു വിഡോ മത്സരിച്ചാലും ആ വിഡോയെ ജയിപ്പിക്കും. ഇപ്പോൾ റാന്നിയിൽ സണ്ണിബന് പേര് മരിച്ചപ്പോൾ റേച്ചലിനെ, തിരുവല്ലയിൽ മൗൻ മത്തായി മരിച്ചപ്പോൾ എലിസബത്തിനെതിരെ ഞാനാണ് മത്സരിച്ചത്. പക്ഷേ അവിടെ എലിസബത്തിനെ ജനങ്ങൾ ജയിപ്പിച്ചു. അപ്പം G. കാർത്തികേയൻ്റെ ഒരു ഗുഡ് വില്ല മണ്ഡലത്തിൽ മൊത്തത്തിലുണ്ട്. അവിടെ അദ്ദേഹത്തിൻ്റെ ഭാര്യ മത്സരിക്കുകയാണെങ്കിൽ അവർ വിജയിക്കും. അത് പൊളിറ്റിക്സിന് അപ്പുറത്തൊരു വികാരമാണ്. ഈ മുഖ്യമന്ത്രി വന്ന് നേരിട്ട് ശ്രീ വീരേന്ദ്രകുമാറിനെ കണ്ട് കാര്യങ്ങളൊന്ന് അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. അത് കഴിഞ്ഞ് ദിവസങ്ങൾക്കുള്ളിലാണ് ഈ മുഖപ്രസംഗം വരുന്നത്. ഇതിനിടയ്ക്ക് എന്തായിരുന്നു JDUവിൻ്റെ തീരുമാനം? ഞങ്ങളുടെ പ്രശ്നമായിരിക്കത്തില്ല. ഈ മുഖ്യമന്ത്രിയുടെയും ഈ ഗവൺമെൻറ്റിനെയും താഴെ കളയാൻ വേണ്ടി കോൺഗ്രസിനുള്ളിൽ തന്നെ ഒരു ഗ്രൂപ്പ് വർക്ക് ചെയ്യുന്നുണ്ടെന്നാണല്ലോ ഈ വീക്ഷണത്തിൻ്റെ മുഖലേഖനം തെളിയിക്കുന്നത്. കാരണം മുഖ്യമന്ത്രി ഇന്ന് വിളിച്ച് ഖേദം പ്രകടിപ്പിച്ചു, രമേശ് വിളിച്ചു, അവരറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു, അവർ ചെയ്ത് തെറ്റായിപ്പോയെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്ര പെട്ടെന്ന് ഞങ്ങൾ കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്ത് വരുമ്പോൾ ഇത് സെറ്റിൽ ചെയ്യാൻ പാടില്ല, ഞങ്ങളെ പിണക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി അവിടെ മുഖലേഖനം എഴുതിയവർക്ക് ഉമ്മൻചാണ്ടിയോടായിരിക്കുമല്ലോ അവർക്ക് ശത്രുത. ഉമ്മൻചാണ്ടി അവിടെ ഇരിക്കാൻ പാടില്ല എന്നുള്ളതായിരിക്കും അവരുടെ. അപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ കോൺഗ്രസിൽ ഒരു ലോബി പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള തീരുമാനമാണ്. ശരിയാണ്. ഇപ്പം മാണി പറയുകയുണ്ടായി തനിക്കെതിരെ കോൺഗ്രസിൽ ഒരു ലോബി പ്രവർത്തിച്ചു എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതെന്ന് പറയുന്നുണ്ട്. വീക്ഷണത്തിന് ഇന്നത്തെ മുഖലേഖനം വഹിക്കുന്ന ആർക്കും തോന്നുന്നു എന്തെല്ലാമാണ് എഴുതി വെച്ചിരിക്കുന്നത്. അത് JDUവിനെ ഉദ്ദേശിച്ച് മാത്രമല്ല എന്നും ഇത് എഴുതിയവർ പറയുന്നുണ്ട്. അത് മറ്റു പല ഘടകകക്ഷിക്കും കൂടി വേണ്ടിയിട്ടുള്ളതായിരിക്കാം ഒരു പക്ഷേ, അല്ലേ? അങ്ങനെയാണെങ്കിൽ കൂടുതൽ അപകടമല്ലേ ഈ ഘടകകക്ഷികളെല്ലാം കൂടെ പിന്തുണ പിൻവലിച്ച. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ JDUവിൻ്റെ ഇനിയുള്ള അങ്ങോട്ടുള്ള നിലപാട് എന്തായിരിക്കും? അത് ഞങ്ങൾ ഇപ്പോഴും ആ സച്ച് UDFിൻ്റെ ഒരു ഭാഗമാണ്. ഞങ്ങൾ ജാതിയിലുണ്ട്, ഞങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. UDF ഗവൺമെൻറ് ചെയ്ത പ്രത്യേകിച്ച് പാവപ്പെട്ടവർക്ക് സാധാരണക്കാർക്ക് ചെയ്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കും. പിന്നെ അപ്പോഴേക്ക് നവംബർ ഇലക്ഷൻ വരും, ബീഹാർ ഇലക്ഷൻ വരും. ബീഹാർ ഇലക്ഷൻ പുതിയ പാർട്ടി രൂപീകരിക്കും. അപ്പോൾ ഏതാണ്ട് ചിത്രം അപ്പോഴെന്ത് ആണ് തീരുമാനം എടുക്കേണ്ടെന്നൊരു കാര്യം വരും. അതുകൊണ്ട് നൂൽപ്പാലത്തെ കൂടെ ഇപ്പോൾ സഞ്ചരിക്കുന്നത്. ഈ കോൺഗ്രസ്സിലെ ഭരണ നേതൃത്വത്തിലൊരു മാറ്റം ആവശ്യമാണെന്ന് ഘടകകക്ഷിയായ JDUവിന് തോന്നുന്നില്ലേ? ഇല്ലില്ല, ഇനി 6-7 മാസമല്ലേ ഉള്ളൂ. ഇനി നേരത്തെ മാറ്റത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അല്ല, അങ്ങനെ ഒരു 6-7 മാസമേ ഉള്ളൂ എങ്കിൽ തന്നെയും ഇതിനകത്തൊരു ലോബി പ്രവർത്തിക്കുന്നുണ്ട് കോൺഗ്രസിൽ തന്നെ മുഖ്യമന്ത്രിക്കെതിരായിട്ട് എന്ന് താങ്കൾ പറയുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പ്രയത്നം ഒരുപക്ഷെ സഫലമാകത്തില്ലേ? ഇല്ല, ദേശീയ നേതൃത്വം ഇടപെട്ടല്ലോ. ദേശീയ നേതൃത്വം ഇടപെട്ട് പറഞ്ഞ് ഇങ്ങനെ ഒരു നേതൃത്വ മാറ്റം ഉദ്ദേശിക്കുന്നില്ലെന്ന് അവർ പറഞ്ഞല്ലോ, പരസ്യമായിട്ട് പറഞ്ഞു. ആൻ്റണി ആണല്ലോ ഇപ്പം കേരളത്തിലെ കാര്യങ്ങൾ അവർക്ക് കൂടുതൽ ഒരു ലീഡർഷിപ്പ് ഉള്ളത്. ആൻ്റണി തന്നെ പറഞ്ഞില്ല അങ്ങനെ പ്രശ്നം ഉദിക്കുന്നില്ലെന്ന് പറഞ്ഞു. ഈ വരാൻ പോകുന്ന അരുവിക്കര
ഉപതെരഞ്ഞെടുപ്പ്, അതുപോലെ തന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, ഇതിലൊക്കെ തന്നെ വരുമ്പോൾ UDF മുന്നണി എന്ത് ആയിരിക്കും മുഖ്യ ഇതായിട്ട് മുമ്പോട്ട് വയ്ക്കുന്നത്? കാരണം ഇപ്പോൾ അഴിമതിയിൽ കഴിഞ്ഞ ദിവസം വിൻസെൻ്റ് പോൾ പറയുകയുണ്ടായി, അഴിമതി എന്ന് പറയുന്ന ഇപ്പോൾ അതൊരു വലിയൊരു ആക്ഷേപമല്ല, ഒരു അലങ്കാരം പോലെ ആയി തീർന്നിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അത് അലങ്കാരം ആയിട്ട് തന്നെ ഇതിനെ കണ്ടുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുമോ? ഇതൊരു ഇഷ്യൂ ആണ് ജനങ്ങളുടെ മുമ്പിൽ. ഒരു മിഡിൽ ക്ലാസ് മൊറാലിറ്റി പ്രത്യേകിച്ച് അഴിമതിക്കെതിരാണ്. പക്ഷേ അതിനെ ഓവർകം ചെയ്യാൻ ഗവൺമെൻറ് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി. കാരണം പ്രത്യേകിച്ച് ധാരാളം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് നന്നായിട്ട് നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 6-7 വർഷക്കാലം കൊണ്ട് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഉണ്ടായ ഒരു സ്റ്റേറ്റ് കേരളമാണ്. ഉദാഹരണത്തിന് ഡൽഹി, ഛത്തീസ്ഗഡ്, ഗുജറാത്ത്, കേരള, ഈ 4 സ്റ്റേറ്റുകളിലാണ് ഒരു 7% ഗ്രോത്ത് ഉണ്ടായിരിക്കുന്നത്. 5 to 7% ഗ്രോത്ത് ഉണ്ടായിരിക്കും. കേരളത്തിൽ 7% ഗ്രോത്ത് ഉണ്ട്. അപ്പം ഇപ്പോൾ തന്നെ മെട്രോ വന്നു, അല്ലെങ്കിൽ സ്മാർട്ട് സിറ്റി വന്നു. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു കാലത്ത് ഇല്ലാത്ത രീതിയിൽ നടക്കുന്നുണ്ട്. അതേസമയം തന്നെ ഒരു കമ്പാഷൻ, പാവപ്പെട്ട കാരുണ്യ പദ്ധതി, പെൻഷനുകൾ വർദ്ധിപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നന്നായിട്ട്. ഇപ്പോൾ കേരളത്തിൽ പെൻഷൻ കിട്ടാത്ത ആരുമില്ല. ആ രീതിയിൽ പാവപ്പെട്ടവർക്ക് ഒത്തിരി ഗുണം കിട്ടിയിട്ടുണ്ട്. ഇത് പറഞ്ഞാൽ മതി. പക്ഷേ ഇത് പറയാൻ അവർക്ക് സാധിക്കുന്നില്ല. അതുപോലെ വിഭാഗീയത ഉണ്ടെന്ന് തോന്നുന്നു. ഈ നവംബറോടുകൂടി JDUവിൻ്റെ ദേശീയ തലത്തിലൊരു തീരുമാനം ഉണ്ടാകും എന്ന് പറയുകയുണ്ടായി. അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ കാര്യം ഏതാണ്ട് ആ സമയത്തേക്ക് ഉറപ്പിക്കാം അല്ലേ? വേണമെന്നില്ല. കാരണം JDUവിൻ്റെ ലീഡർഷിപ്പേ ബീഹാറിൽ കോൺഗ്രസുമായിട്ട് അലയൻസ് ഉണ്ടെങ്കിൽ കുറേ കാലം കൂടി ഈ ഒരു പൊളിറ്റിക്സായിട്ട് മുന്നോട്ട് പോകാം. പക്ഷേ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ആ ഒരു അലയൻസ് ഉദ്ദേശിക്കുന്നില്ല. അവിടെ JDU, RJD, ലാലുവും നിതീഷും അവരുടെ ഒരു ഒരുമിക്കൽ മാത്രമാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഈ വീക്ഷണത്തിലെ മുഖപ്രസംഗത്തിലൂടെ ഈ ഇപ്പോൾ JDUവിനേറ്റിരിക്കുന്ന മുറിവ് ഉണക്കാനായിട്ട് മുഖ്യമന്ത്രി ഇനിയും വീരേന്ദ്രകുമാറിനെ കാണാൻ അനുനയിപ്പിക്കാൻ വരുമോ? രാവിലെ തന്നെ വിളിച്ചു പറഞ്ഞു. പക്ഷേ ആ മുറിവ് ഉണങ്ങുന്നില്ലല്ലോ. വാക്കുകൾ കൊണ്ട് ഏൽപ്പിക്കുന്ന മുറിവ് എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും മാറ്റാൻ സാധിക്കാത്ത ഒന്നാണ്. മുറിവ് എന്ന് പറഞ്ഞാൽ പോളിറ്റിക്സ് അല്ലേ. അപ്പോൾ അവർ ഡയറക്റ്റ് പോളിറ്റിക്സ് ചെയ്തു. അല്ല, വളരെ നികൃഷ്ടമായ ഭാഷയിലല്ലേ വീക്ഷണം പ്രയോഗിച്ചിരിക്കുന്നത്. അത് ബുദ്ധനൊരു സ്റ്റോറി പറഞ്ഞിട്ടുണ്ട്. ബുദ്ധൻ പറഞ്ഞ ഒരാൾ നിങ്ങൾക്കൊരു സമ്മാനം തന്നിരിക്കട്ടെ, നിങ്ങളെ സമ്മാനം സ്വീകരിക്കുന്നില്ല. അപ്പോൾ ഈ സമ്മാനം ആരുടെ കയ്യിലിരിക്കും? സമ്മാനം തന്ന ആളുടെ കയ്യിൽ തന്നെ ഇരിക്കും. അതുകൊണ്ട് വീക്ഷണം ഞങ്ങളെ കുറച്ച് ചീത്ത പറഞ്ഞു, ഞങ്ങളത് സ്വീകരിക്കുന്നില്ല, അത് അവരുടെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ. അപ്പം കോൺഗ്രസ്സുകാർ വളരെ നികൃഷ്ടമായ ഭാഷ ഉപയോഗിക്കുമ്പോഴും വളരെ ഗാന്ധിയൻ ബുദ്ധന്റെ തത്വങ്ങളിൽ അടിയുറച്ച് നിൽക്കുന്നു. അതുകൊണ്ടായിരിക്കും അവർ പക്ഷേ PP തങ്കച്ചൻ പറഞ്ഞത് വളരെ അച്ചടക്കമുള്ള പാർട്ടിയാണ്, എന്നാൽ ഞങ്ങളുടെ ചവിട്ടും കുത്തുകയറ്റും നിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതും. അപ്പോൾ JDU ഇനിയും ചില പുതിയ തീരുമാനങ്ങളുമായിട്ട് വരുന്നത് നമുക്ക് കാത്തിരിക്കാം. ഇത്രയും ഉള്ളു തുറന്നതിന് വളരെ നന്ദി, നമസ്കാരം. താങ്ക് യു.